ആദ്യം തന്നെ എന്നെ അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളെയും ഭാരത ജനതാ പാർട്ടി BJPയിലേക്ക് സ്വീകരിച്ച പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഹരിയേട്ടൻ, അതുപോലെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയും കൃഷ്ണകുമാർ ഏട്ടൻ, അതുപോലെ തന്നെ വേണുവേട്ടനുണ്ട്, അതുപോലെ ഈ പ്രദേശത്തുള്ള പഞ്ചായത്തിൻ്റെയും ജില്ലയുടെയും ഭാരവാഹികളും എല്ലാവർക്കും ആദ്യം നിന്ന് തന്നെ നന്ദി അറിയിക്കുകയാണ്. എന്നെപ്പോലെയുള്ള ഞാൻ കടന്നു വരുന്നത് പാലക്കാട് ജില്ലയിലെ ഏറ്റവും നല്ലൊരു പഞ്ചായത്തിൽ നിന്ന്, അതായത് തേങ്കുറിശ്ശി പോലെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് സംഘടനയുടെ CPIM എന്നുള്ള പാർട്ടിയുടെ ഏറ്റവും വേരോട്ടമുള്ള പ്രദേശത്ത് നിന്നാണ് ഞാൻ കടന്നു വരുന്നത്. എൻ്റെ ശ്രീ കൃഷ്ണകുമാരേട്ടൻ പറഞ്ഞ പോലെ ചെറുപ്പകാലം മുതൽ തന്നെ ഞാൻ സത്യം പറഞ്ഞ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് നേതാക്കളെ കാണുന്നത് പോലെ തന്നെ എൻ്റെ അച്ഛനാണ് എന്നെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം മരിച്ചിട്ട് ഇന്നിപ്പോൾ 25-26 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ആ അച്ഛനോടുള്ള ആദരവ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പാർട്ടിക്ക് അദ്ദേഹം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഒരു മുതിർന്ന പാർട്ടി സഖാവ് മരിച്ചു കഴിഞ്ഞാൽ അവസാനമായി നൽകാൻ പറ്റുന്നത് സ്ഥാനമാനങ്ങളോ മറ്റോ ഒന്നുമല്ല, ഒരു രക്തപതാകയാണ്. ആ രക്തപതാക പോലും ആ പ്രദേശത്തുള്ള ലോക്കൽ കമ്മിറ്റി പുതപ്പിക്കാൻ പോലും തയ്യാറായില്ല. KSK2-ൻ്റെ ആ രൂപീകരണം ഉണ്ടാക്കിയ എൻ്റെ അച്ഛൻ ആ പ്രദേശത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് സംഘടന ഉണ്ടാകുമ്പോഴും അച്ഛൻ മുന്നിട്ട് നിന്ന് ആ പ്രദേശത്ത് 90% വേരോട്ടമുള്ള പാർട്ടിയാക്കി എടുക്കുന്നതിന് മുന്നിൽ നിന്നുള്ള എൻ്റെ അച്ഛന് ഒരു തരത്തിൽ പോലും ഒരു അനുശോചന യോഗം പോലും നടത്താൻ തയ്യാറാവാത്ത പാർട്ടിയുടെ ധാർഷ്ട്യം, അതാണ് അങ്ങനെ തന്നെ പറയണം. കാരണം ഏരിയ ലോക്കൽ നേതാക്കളുടെ അവരുടെ ധാർഷ്ട്യത്തിന് മുന്നാണ് ഈ മനമെടുത്തുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വരുന്നത്. പാർട്ടിക്കകത്തുള്ള പാർട്ടി എന്നുള്ള ഒരു തത്വമുണ്ട്. ആ പാർട്ടി തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തനം പോവുകയാണെങ്കിൽ എല്ലാ പാർട്ടികളും കറക്റ്റാണ്. പക്ഷേ അങ്ങനെയല്ല. ആ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിഭാഗീയത കത്തി നിൽക്കുന്ന കുഴൽമന്ദം ഏരിയയിലെ മഞ്ഞളൂർ ലോക്കൽ കമ്മിറ്റിയും അതുപോലെ തന്നെ മഞ്ഞളൂർ ഏരിയ കമ്മിറ്റിയും പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ ഒരു പ്രത്യേകത കൂടെയുണ്ട്. പാർട്ടിയുടെ കുഴൽമന്ദം ഏരിയ സമ്മേളനം ഈ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരുങ്ങോട്ടുശ്ശിയിൽ വെച്ച് സുരേഷ് ബാബു ഏട്ടൻ ഇന്നിപ്പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. ആ ദിവസം തന്നെ ഞാൻ തീരുമാനിക്കുന്നത് യുവാക്കൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ ഭാവിയും അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഞാൻ BCom കഴിഞ്ഞിട്ടുള്ള ആളാണ്. അതായത് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾക്കും സാധാരണ ജനങ്ങൾക്കും ഒരുപാട് പദ്ധതികൾ ശ്രീ മോദിജി ഫലവത്തായി കൊണ്ടുവന്നിട്ടുണ്ട്. അത് പക്ഷേ ജനങ്ങളിലേക്ക് എത്തി ആ ജനങ്ങളിലേക്ക് അറിയിക്കാൻ കേരള ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടില്ല, തയ്യാറായിട്ടില്ല. അത് ഏറ്റവും കൂടുതൽ അറിയിക്കുകയാണെങ്കിൽ ഇന്ന് താഴേക്കട്ടുള്ള കുടിൽ വ്യവസായം പോലെ ഉള്ള തുടങ്ങാനുള്ള പദ്ധതികൾ ഇഷ്ടം പോലെ പദ്ധതികളുണ്ട്. ഞാൻ പാർട്ടിയുടെ നിൽക്കുന്നതോടൊപ്പം തന്നെ മറ്റു പാർട്ടിക്കാരെ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് മോദിജി എന്ന് പറയുന്ന CPM-കാരൻ്റെ പ്രധാനമന്ത്രി ആവാതിരിക്കില്ലല്ലോ, എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന പദ്ധതികളുണ്ട്. അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഇന്ന് കാണുന്നത് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് മുന്നോട്ട് വരാൻ ഏറ്റവും കൂടുതൽ മാർഗമുള്ളതും ഈ മോദിജി കൊണ്ടുവരുന്ന ഈ ഒരു ഭരണ മികവ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ ഞാൻ കടന്നു വരുന്നതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഒരുപാട് പേർ ഈ പാർട്ടി വിട്ട് കാരണം പാർട്ടിയെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ട് എന്നല്ല, എൻ്റെ തീരുമാനമാണ്, സ്വന്തമായിട്ടുള്ള തീരുമാനമാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളുടെ വ്യക്തികൾ, പാർട്ടിയെ കുറ്റം പറയുന്നില്ല, പക്ഷേ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർ കടുത്ത വിവാഹിത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ബാങ്ക് സഹകരണ മേഖലകളിൽ മുഴുവനും അഴിമതിയുടെ കൂത്തരങ്ങായിക്കൊണ്ടിരിക്കുന്ന ആലത്തൂർ പോലുള്ള പ്രദേശത്ത് ആലത്തൂർ നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ സഹകരണ ബാങ്കുകളിലും ഒരു ഓഡിറ്റ് നടത്തിയാൽ അല്ലെങ്കിൽ ഒരു പ്രയാസം നടത്തിയാൽ ഇന്ന് കാണാം ഏതൊക്കെ CPM-കാർ അല്ലെങ്കിൽ അതിനകത്ത് ഉള്ളിൽ പോകുമെന്ന്. കാരണം അത്രയേറെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുന്ന ആ പ്രദേശം. അപ്പോൾ അതിൽ നിന്നെല്ലാം മനം നൊന്തുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ അവഗണന കൊണ്ട് ഞാൻ ഈ BJPയിലേക്ക് കടന്നു വരാനുള്ള തീരുമാനം എൻ്റെ വ്യക്തിപരമാണ്. അതിലേക്ക് എനിക്കൊരു നല്ലൊരു ഭാവി ഇവരിലൂടെ എനിക്ക് ഉണ്ടാവുമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.
ഉപാധികൾ വെച്ച് കയറാൻ അല്ലല്ലോ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ ഭാവിയാണ് ഞാൻ മുന്നിൽ കാണുന്നത്. നമുക്ക് സംഘടനാ തലത്തിൽ ഇവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഞാൻ മുന്നിൽ കാണാം. ഏത് തരത്തിലേക്കും നമുക്ക് സംഘടന BJP തരുന്ന ഏത് ഉത്തരവാദിത്തങ്ങൾ എനിക്ക് എന്തെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ ഉത്തരവാദിത്തത്തിന് ഞാനിപ്പോൾ പാർട്ടി ബ്രാഞ്ച് മെമ്പറാണ്. അതുപോലെ തന്നെയാണ് ഇവർ BJPയുടെ എനിക്കൊരു നേതൃത്വപരമായിട്ട് എന്ത് സ്ഥാനം തന്നാലും ഞാൻ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഉപാധി ഇല്ലാണ്ട് വരാൻ പറ്റുന്ന ഒരു പാർട്ടി BJP ആണ്.